അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ അസഭ്യവും തെറിവിളികളും വളർന്നു വരുന്ന യുവതലമുറയും. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതെ. അപ്പോൾ ഇപ്പോൾ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തെറിവിളി. അതായത് ഇപ്പൊ പറഞ്ഞ എല്ലാ സിനിമയിലും ഒന്നോ രണ്ടോ സീനുകൾ അനാവശ്യമായി കുത്തി കേട്ടുന്നുണ്ട് ഈ തെറിവിളികൾ. അതെ, ഒന്നോ രണ്ടോ സീനുകളിലല്ല, അതിൽ കൂടുതലുണ്ടെന്നാണ് ഉറപ്പായിട്ടും. അത് ആൾക്കാർക്ക് അത് നോർമലായിട്ട് കണ്ടു തുടങ്ങി. അതൊരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. സാംസ്കാരിക സമ്പന്നരായ നമുക്ക് ഇത് വളരെയധികം കാര്യമാണ്. വളരെ ശരിയാണ്. നമ്മൾ ഇതുവരെ ജീവിച്ച 22 വർഷത്തിനിടക്ക് ഒരു പ്രാവശ്യം പോലും എന്റെ വായെന്ന് ഒരു ചെറ്റ വർത്താൻ എന്റെ വായെന്ന് അതിന്നവരെ വന്നിട്ടില്ല. ഒരാളെ അങ്ങനെ പറയാനുള്ള സാഹചര്യം കൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് ഇതിൽ പ്രതികരിക്കാൻ ഏറ്റവും യോഗ്യം. അതെ. കഴിഞ്ഞൊരു 3 കൊല്ലമായിട്ട് ആനന്ദിനും കൃഷ്ണാസിനും എന്നെ അറിയാം. എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോട് ഞാൻ കടന്നുപോയിട്ട് എന്റെ വായെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഞാൻ പറയുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സാംസ്കാരിക സമ്പന്നനായ വ്യക്തിയാണ്. അതങ്ങനെ തന്നെയാണ്. ഇവിടെ രാവിലെ എഴുന്നേക്കും, കുളിക്കും, അമ്പലത്തിൽ പോവും, തിരിച്ച് കോളേജിൽ പോവും, പഠിക്കും, തിരിച്ചു വരും, പിന്നെ അമ്പലത്തിൽ പോവും, രാത്രി പോകുമ്പോൾ അമ്പലത്തിൽ പോവും. പിന്നെ നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ മോശം വാക്കുകൾ ഉപയോഗിക്കാനോ പദങ്ങൾ മറ്റുള്ളവർക്ക് നേരെ ഉയർത്താനോ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രശ്നമാണ്. അതെ, അത് നമ്മുടെ വിഷമകളിൽ മാത്രം കണ്ടുവരുന്നുണ്ടല്ല, ഇത് നമ്മുടെ സമൂഹത്തിലേക്കും വളരെ വ്യാപകമായി വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ നമ്മളുടെ നോക്കിയാലും എല്ലാത് കമന്റ് ഒക്കെ മഴുന്നേ എന്റെ പൊന്നു. പിന്നെ ഉറപ്പിക്കില്ല, ഞാൻ എഴുന്നേറ്റ് പോകും. സാധിക്കാത്ത രീതിയിലുള്ള കമന്റുകൾ ഉറപ്പായിട്ടും ഇടുന്നുണ്ട്. ഞാനൊക്കെ കണ്ടെന്റെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. കണ്ണല്ല, എന്റെ വേറെ പലതും തള്ളിപ്പോയിട്ടുണ്ട്. അതെ, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒട്ടും അത് മാത്രമല്ല, കുട്ടികൾ വരെ കുട്ടികൾ വരെ നമ്മൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് തലത്തിൽ പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കുമ്പോ തന്നെ അവരുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. അവ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ്. അപ്പൊ അതിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നിയാല് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? തെറിയല്ലാതെ വേറെ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ? അതാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യനൊഴിച്ച് മറ്റൊരു ജീവിയും പക പൊക്കാറില്ല. അത് മനുഷ്യന്റെ മാത്രം ഒരു തെറ്റായ ഒരു പ്രവണതയാണ്, മനുഷ്യന്റെ സമീപനമാണ്. ഒരിക്കലും നമ്മൾ തെറിവെഞ്ചരിക്കുന്നത് ഓക്കെ, ഒരാളെ ക്ഷമിക്കാൻ പഠിക്കണം. മനസ്സിലായോ? ഒരിക്കലും അയാൾക്കെതിരെ മോശം വാക്കുകൾ ഒരിക്കലും ഉന്നയിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കുന്ന ആഴത്തിനെ കുറിച്ചും മുറിവുകളെ കുറിച്ചും അറിയാൻ പാടില്ല. അതെ, അത് ശരിയാണ്. അതന്നെ ഇപ്പൊ ഹരി പറഞ്ഞില്ലെന്ന കാര്യം ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ മോശം വാക്കുകൾ എന്ന് പറയുന്നല്ലോ, ഈ മോശം വാക്കുകൾ എന്ന് പറയുന്നതിൽ തന്നെ ചില തെറ്റുകളുണ്ട്. ഉറപ്പായിട്ടും. കാരണം ഇപ്പോ ഞാൻ ഉദാഹരണത്തിന് പ്രിയപ്പെട്ട ഒരാളെ എന്റെ കരളെ ഒന്ന് കരളെ എന്നൊക്കെ പറയാറുണ്ട്, ചക്കര ഒക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഈ കരളും കണ്ണൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമാണ്. ചില അവയവങ്ങളുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ അതിന്റെ ഒരു അത് തെറിയായി മുറക്കി മാറും. നീ പോടാ കയ്യേ കാലേന്നൊന്നും വിളിക്കണം, ഒരിക്കലും നീ പോടാ കരളേന്ന് വിളിച്ചാലും കുഴപ്പമില്ല. പിന്നെ ആ അവയവങ്ങൾക്ക് തന്നെ വേറെ പേരുണ്ട്. ഇപ്പൊ ലിംഗം അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അതും പ്രശ്നമില്ല. അതിന് വേറെ വേർഡിൽ പറയുമ്പോ അത് വളരെ മോശമാണ്. ഒരിക്കലും വേറെ സമയം മാത്രമല്ല, നമ്മളിപ്പോ അമ്മേനെ അമ്മ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ വെച്ചൊരു വാക്ക് വിളിക്കും പ്രശ്നമാവും. അങ്ങനെ അത് നമ്മളെല്ലാം അതായത് ഈ സമൂഹത്തിൽ ചില ആളുകൾ മാത്രമാണ് ഇങ്ങനത്തെ ഉപയോഗിക്കരുത്. ഞങ്ങളെപ്പോലെ പഠിച്ച് അറിവുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളൊന്നും ഞങ്ങളുടെ കരിയറിലുള്ള ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇത്രയും നാളായിട്ടും. അപ്പൊ നമുക്കിത്ര ഇത് പറയേണ്ട എന്ത് സാഹചര്യമാണ്? നമ്മളാണ് അതിനൊരു ഉദാഹരണം. ഉത്തമ പൗരന്മാർ. നമ്മൾ ആരോട് ഇനി എന്ത് വാക്ക് തർക്കം ഉണ്ടായാലും അടി ഉണ്ടായാലും നമ്മൾ ഒറ്റ പറയലായി നമ്മളത് വളരെ സംയമനം പാലിച്ചുകൊണ്ട് വളരെ ശാന്തമായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. പല സാഹചര്യങ്ങളും എനിക്കിങ്ങനെ മോശം വാക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നത്. ഞാൻ ആ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ, ഒരു ഡീപ്പ് ബ്രീത്ത്, അതിലെല്ലാം തീരും. അതിൽ തീർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതാണ് ഓരോരുത്തരും അങ്ങനത്തെ ഒരു ഭയങ്കര ആക്ഷൻസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് ദേഷ്യം തോന്നിയാൽ നമ്മൾ അയാൾക്ക് ഒരു അടിക്കൊന്നും ചെയ്യരുത്. ചില സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ദേഷ്യം വരികയാണെങ്കിൽ 10 വരെ എണ്ണാനൊക്കെ പറയാം. ബലൂ വീർപ്പിക്കാൻ അലക്കാഞ്ഞ് ഫാനും തലോണ കെട്ടിട്ട് അതൊന്നും ഇരിക്കാം റൂമിൽ പോയിട്ട് തിരിച്ചു പോകും.
ചിരിക്കുന്ന പന്തരുത് ആ മാർഗാണ് നമ്മുടെ ദേഷ്യം തീരും. പിന്നെ നല്ലൊരു ഇതാ. അതൊരു നല്ലൊരു കാര്യത്. അങ്ങനെ വല്ല വിദ്യകളിലൂടെ നമ്മുടെ ദേഷ്യം കളയാൻ വേണ്ടത്. അതായത് ഈ മാത്രമല്ല ഹരി, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ കച്ചറ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വാക്കുതർക്കം ഉണ്ടാകും മാത്രമല്ല ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്, ചുമ്മാതെ പോലെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതി നമ്മളിപ്പോ കാണും. ഉറപ്പായിട്ടും സ്നേഹത്തോട് തെരുവിളിക്കും. സ്നേഹത്തോടെ ഇതാ അതിനോട് ഉദ്ദേശിക്കുന്നത്. ഓടാണ് ഈ തലമുറ ഇങ്ങോട്ടാണ് ഈ പോകും. അതാരെ ഏറ്റവും വലിയ പ്രശ്നം. വെറുതെ ഇരിക്കുമ്പോ, സ്നേഹം കൂടുമ്പോ, ഓയിസ് എടുക്കുമ്പോ എല്ലാത്തിനും എനിക്ക് സ്നേഹം കൂടുമ്പോ ഈ ആനന്ദ് ക്രിസ്തന് ആനന്ദ് ആനന്ദേ ആനന്ദേ എന്ന് വിളിക്കൂ, അന്നൂന്ന് വരെ വിളിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും സ്നേഹം കൂടിയിട്ട് ഇദ്ദേഹം മറ്റൊരു വാക്ക് പറയാൻ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അപ്പോ പറയൂ. ഞാൻ ഹരിയെ ഹരി എന്ന് വിളിക്കും, സ്നേഹം കൂടുമ്പോ കൃഷ്ണദാസനെ കിണ്ണു എന്ന് വിളിക്കും. അതല്ലേ ദേഷ്യം വരുമ്പോ എന്ത് വിളിക്കും? ദേഷ്യം വരുമ്പോ ഞാൻ ഹരി നമ്മളെ ഫുൾ നെയിം വിളിക്കാറുണ്ട്. അതെ, നമ്മൾ ഇവിടെ ഒഫീഷ്യലായിട്ട് റോസേരിയോട് വെക്കും എന്ന് ശക്തി കൂട്ടി വിളിക്കും. പക്ഷെ ഒരിക്കലും മറ്റു വാക്കുകളെ ഉപയോഗിക്കും. നമ്മൾ നമ്മളൊന്നും ചെയ്യാറില്ല. ഒരു ബുദ്ധിമുട്ടായിരുന്ന ഒരു ദേഷ്യം സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു മോശം വാക്ക് ഉപയോഗിക്കാനും നല്ല കാര്യമില്ല. അല്ല. അത് ആ സിറ്റുവേഷനെ എസ്കലേറ്റ് ചെയ്യാനും എലിവേറ്റ് ചെയ്യാനും സാധ്യതയായിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല പദങ്ങൾ ഉപയോഗിച്ച് വേണം മറ്റയാളെ അഡ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് മറ്റു പ്രശ്നങ്ങളോട്ട് അത് കടന്നു തീരും. അല്ലേ? അതെ, വളരെ ശരിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ തെറി, ഈ അസഭ്യം വാക്കുകൾ ഇത്രയും സമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമാകാൻ തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ കണ്ണൂർ ക്രിയേറ്റേഴ്സ് വഴിയാണ്. ഉറപ്പായിട്ടും താങ്കൾക്കും തോന്നില്ലേ? ഉറപ്പായിട്ടും കൃഷ്ണ, പല നമ്മളിപ്പോ സംസാരിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ട് പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് സിനിമയെ കുറിച്ച് പറയാം. സിനിമ ഇപ്പൊ ആ കാണുന്ന സിനിമ ചുഴലി, അല്ല സുഹൃത്തെ, ഞാൻ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം വെച്ചാൽ ആ സാഹചര്യങ്ങളും അവിടുത്തെ മനുഷ്യരുടെ ദയനീയമായ ജീവിതവും ജീവിത ശൈലികളും കാണിക്കാൻ വേണ്ടിയുള്ള സിനിമയാ. ഒരിക്കലും നമ്മളിതിൽ ജാഫർ ഇടിക്കുകയോ പക്ഷെ നമുക്ക് താല്പര്യമില്ല. ഇല്ല, അവരെ കിടന്ന ഇൻഫ്ലുവൻസ് ആവില്ല. ഒരു മെച്ചം ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നല്ലോ. ഒരിക്കലും നമ്മൾ ഉത്തമ പുരുഷന്മാരായി കാണുന്നില്ല. അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പ്രശ്നം. കുട്ടികൾക്ക് ഇത് വലിയൊരു വളരെ ഒരു പ്രശ്നമായിരുന്നു. വളർന്നു വരുന്ന തലമുറ കുട്ടികള് ഇവര് ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാലേ, ഞാൻ ഒന്നും മനസ്സിലാക്കില്ല, നിങ്ങൾ പറയൂ. അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പിള്ളേരൊക്കെ പണ്ടൊക്കെ അമ്മമാരൊക്കെ കളിക്കാനൊക്കെ പുറത്തേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെയാണ് അവര് തെറിയും മുഴുവ പഠിച്ച് വീട്ടിൽ വരുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് പഠിക്കണം. അന്ന് അങ്ങനെ പറയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ കളിക്കാൻ വേണ്ടി ഫോണും കൊടുക്കും. ഈ കണ്ടന്റ് കൂടി ഈ റീലും എല്ലാം കടക്കണ്ട്, കമന്റ് സെക്ഷൻ എല്ലാം കണ്ട് കൂടുതൽ തെറി പഠിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സത്യം വയ്ക്കാം. പണ്ട് 3-4 റീജിയണൽ തെറി പഠിക്കുന്നിടത്ത് ഇപ്പൊ ഇന്റർനാഷണൽ തെറി ഓൾ കേരള പല ഭാഷകൾ പഠിക്കും, പല വർണ്ണത്തിലും പല ദേശങ്ങളിൽ പല ദേശങ്ങൾ തെറി എല്ലാം എന്താ പഠിക്കുക. ഇനി നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. അപ്പൊ അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീട്ടുകാരും മാതാപിതാക്കളും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇതില്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു വിഷയം എന്ന് വെച്ചാല് ഇംഗ്ലീഷ് തെറി, മലയാളം തെറി, ഹിന്ദിയിലും പറയുന്നു. ഹിന്ദി തെറിയാണെങ്കിൽ മലയാളം തെറിയാണെങ്കിൽ അത് വളരെ ഒഫൻസീവാണ്, വളരെ ഒഫൻസീവാണ്. വളരെ ലൈംഗിക ഭയങ്ങളെയൊക്കെ വളരെ വൃത്തികേടായി കാണിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പലരും ചൂഷണം ചെയ്താണ് ഈ വാക്കുകൾ പറയുന്നത്. സഹിക്കത്തില്ല നമുക്ക് മുദ്രയുമ്പോ. ഈ വാക്കുകൾ ഉപയോഗിക്കുന്ന അതിലേറെ വിഷം. ഉറപ്പായിട്ടും നമ്മൾ പല ആളുകളും ഹോട്ടലുകളിൽ, സിനിമാ തിയേറ്ററുകളിൽ, വെറുതെ ഹോസ്റ്റലുകളിൽ ഔർദം തോന്നും, സ്നേഹം തോന്നും, തോളത്തട്ട് വിളിക്കുമ്പോ ഇത് പബ്ലിക്കായിട്ട് ഒരു പബ്ലിക് സ്പേസ് വന്ന് പാർക്കിൽ വന്ന് ബീച്ചിൽ വന്ന് പറയുമ്പോ ഞങ്ങളെപ്പോലത്തെ മാന്യന്മാർക്ക് ഇരിക്കരുതേ പറയുമ്പോ, ഞങ്ങളെപ്പോലത്തെ മാന്യന്മാർ ഇതൊക്കെ കേട്ട് എങ്ങനെ ഇരിക്കും? അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്കത് പറ്റാറില്ലേ പല. ഉറപ്പായിട്ടും താങ്ങാൻ കഴിയാത്ത. അതെ. പിന്നെ ഞാൻ കണ്ടുവന്നാണ് പല ബോയ്സ് ഹോസ്റ്റലുകളിലും മെൻസ് ഹോസ്റ്റലുകളിലും വളർന്നു വരുന്ന ഈ തെറിപ്പദങ്ങളുടെ ഉപയോഗം. അത് വളരെ ഹോസ്റ്റലുകളുണ്ടോ? ഇതിനെക്കുറിച്ച് ഞാൻ റിപ്പോർട്ട് എനിക്ക് കിട്ടി. ഇന്ത്യൻ റിപ്പോർട്ട്. ഓക്കെ. ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞില്ല. ഗേ ഹോസ്റ്റലുകളിലും എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോ എല്ലായിടത്തും ഉണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ആയി എല്ലായിടത്തും. എസ്റ്റാബ്ലിഷ്ഡ് ഒരു നെറ്റ്വർക്ക് ആയില്ലത്. ഇതേ നമ്മളെങ്ങനെ പൊരുതും. ഇങ്ങനെ വളരെ ഒരു പ്രയാസം, നമ്മൾ ലഹരിയേക്കാൾ അധികം നമ്മൾ പ്രയാസപ്പെടുന്ന ഒരു വിഷയമായിരിക്കും ഇത് പരിഹരിക്കുക എന്നുള്ളത്. അതെ, ഇതൊരു കൾച്ചറൽ ഇൻഫ്ലുവൻസ്, ഒരു ലഹരിയാണ്. അതെ, അസഭ്യ ലഹരി. ഇതിലൂടെ നിർവൃതി കൊള്ളുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. അതെ, നമുക്കറിയാവുന്ന കുറെ പേരുണ്ട്. ചില ആൾക്കാർക്ക് ചിലര് ഒരു 10 തെറി എന്ന് പറഞ്ഞാല് എന്തോ മാസമായി എന്നൊക്കെ വിചാരിക്കുന്നത്. അത് നമ്മൾ വെച്ചാൽ അങ്ങനെയല്ല. നമുക്കതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കതിന്റെ ആവശ്യമില്ല. നമ്മൾ ഉദാഹരണമാക്കി വേണം നിങ്ങളും ജീവിക്കാൻ. പിന്നെ ഉറപ്പായിട്ട് നിങ്ങൾ കുട്ടികൾ, അത്
വളർന്നു വരുന്ന തലമുറക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ തന്നെ പല പല തെറികളുണ്ട്. പാവച്ച് തെറി, താവച്ച്, മാവച്ച്, എന്തൊക്കെ വരുന്ന തെറികളാ. ഇതൊക്കെ ഞങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങളെയല്ല, പലരും തമ്മിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ നമ്മളെ തന്നെ ആരെങ്കിലും പറഞ്ഞത് നമ്മൾ തിരിച്ച് അതേ രീതി പ്രതികരിക്കാറില്ല. കാര്യമില്ല. നമ്മൾ തോളത്ത് കൈവച്ച് സുഹൃത്തെ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. അതെ വളരെ ശരി. ഒരിക്കലും ഇല്ല. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കും. പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സാഹചര്യമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്, മനസ്സിലാക്കിയിട്ടുമുണ്ട്. പലരെയും പലരെയും നേർവഴിക്ക് നിർത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല കാര്യം തന്നെ പലപ്പോഴും നമ്മൾ ഈ ന്യൂസ് ചാനലിലൊക്കെ കാണാറുണ്ട്. ഈ കമന്റ് സെക്ഷനിൽ, ലൈവ് കമന്റ് സെക്ഷനിലൊക്കെ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായ രീതിയിൽ തെറി പറയുക, സ്ത്രീകളെല്ലാം വളരെ വളരെ അത് ഒരിക്കലും പലരും കേസിന് വരെ പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും പലരും ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കേസ് എടുക്കുന്ന സാഹചര്യം ചാറ്റിട്ട് വരെ ന്യൂസ് ചാനൽ ലൈവിൽ തെറി വിളിക്കണം. അതെയോ. അതായത് നമ്മൾ ഈ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നേ. ഈ മലയാളം യൂട്യൂബ് സ്ട്രീമേഴ്സ്, തൊപ്പി, പിന്നെ അതുപോലെ പല പല സ്ട്രീമേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ സ്ട്രീമർ ആണെങ്കിൽ പീഡ്, സായി പോപ്പി, ഇവരൊക്കെ എന്തൊരു മോശം മാതൃകയാ. എനിക്ക് തോന്നുന്നു ഇവരുടെ വീഡിയോ ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളായ ആൾക്കാർ, കുട്ടികളാണ്. അപ്പൊ ഇവര് വളരെ മോശമായ രീതിയിലാണ് ഈ ഉപയോഗിക്കുന്നതും ഒഫെൻസീവ് ആയിട്ടുള്ള വേർഡുകളെല്ലാം കാണുമ്പോ തന്നെ നമുക്കങ്ങ് നിരോധിക്കണം. ഇവരൊക്കെ പിടിച്ച് നിരോധിക്കണ്ടേ? ശരിയാണ്. കാര്യം ഞാൻ പറയുന്ന നമ്മുടെ ഈ പുകവലി പൊതുസ്ഥലങ്ങളിൽ നിരോധിച്ച് നിയമം ഇറക്കിയതുപോലെ പബ്ലിക്കിലായിട്ടും തെറി പറയുന്നത് നിരോധിച്ച് നിയമം ഇറക്കണമെന്ന് ഞാൻ പറയും. അത് നല്ലൊരു ആശയമാണ്. തെറി പറയുന്നവരെ ചാട്ടവാർ വെച്ചടിക്കാം, റോട്ടിൽ കൊണ്ടുവരണം. അതെ, ഉറപ്പായിട്ടും അതാണ് നമ്മുടെ അഭിപ്രായം. അതാണ് ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് തെറിയായാലും മലയാളം തെറിയായാലും സെക്ഷനിൽ സ്ത്രീകളെ അടക്കം തെറി പറയുന്നവരെ സ്ത്രീകളെ പറഞ്ഞാലും പുരുഷന്മാരെ പറഞ്ഞാലും എന്റെ പറഞ്ഞാലും നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കും, സമരം ചെയ്യും. പ്രോഗ്രസീവ് മൈക്കിന്റെ നിലപാട് ഇതാണ് നമ്മുടെ നിലപാട്, സ്റ്റേറ്റ്മെന്റ്. അപ്പോ പിന്നെ പറയാനുള്ള വിഷയം എന്ന് വെച്ചാല് നമുക്കിതിനെ എങ്ങനെ ഇതിനെ പരിഹരിക്കാവുന്നതിനെ പറ്റി ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പരിഹരിക്കാവുന്നതിനെ പറ്റിയെന്ന് വെച്ചാല് നമുക്കിപ്പോ ഇത് ബോധവൽക്കരണം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ബോധവൽക്കരണം ചെയ്യാൻ പറ്റും. പിന്നെ നിയമങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നിയമങ്ങളൊക്കെ ആൾക്കാർ പാലിക്കണമെന്ന് ഈ കൊച്ചു കൊച്ചു സർക്കിളുകളിൽ ഇപ്പോ വ്യക്തികൾ തമ്മിൽ സംഭാഷണങ്ങളിൽ. പക്ഷെ ഞാൻ പറയുന്നത് ഈ പബ്ലിക്കിലൊക്കെ നമുക്ക് നിയമം വഴി ഇതിനെ പരിഹരിക്കാൻ വേണ്ടി സാർ. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഈ തെറിവിളിനെ കുറിച്ചുള്ള കൃത്യമായ നിയമങ്ങൾ, അത് കൺട്രോൾ ചെയ്യാനുള്ള ബോഡികൾ എല്ലാം നമ്മൾ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. അതെ, മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇത് പറയുന്നത് സെൻസർ ചെയ്യാനുള്ള പുതിയ എന്തെങ്കിലും ഒരു മെത്തേഡോ സ്ട്രൈക്ക് കൊടുക്കുന്ന രീതിയിൽ ഈ യൂത്തിന്റെ ഭാഗത്തുനിന്ന്, ഇൻസ്റ്റയുടെ ഭാഗത്തുനിന്നൊക്കെ ഉള്ള അത് നടപടികളൊക്കെ ഉറപ്പുവരായും. പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാൻ പറ്റും? വലിയ ആളുകളുടെ അടുത്തുനിന്നാണ് കുട്ടികൾ ഇത് പഠിക്കണം. അപ്പൊ വലിയ ആളുകൾ കഴിവതും പറയാതിരിക്കാൻ ശ്രമിക്കും. അതെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ പല പല മുതിർന്ന വ്യക്തികളെയും പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച്. എത്ര കുടുംബങ്ങൾ ഞങ്ങൾ ക്ലാസ് എടുത്തിരിക്കുന്നു, എത്ര സെമിനാറുകൾ. അതെ, വളരെ നമ്മൾ എവിടെയൊക്കെ ഇവിടുന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സെമിനാറിന് പോയ സാഹചര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഉറപ്പായിട്ടും. അതെ, പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് തുടങ്ങിയത് ഈ സിനിമയിൽ നിന്നാണ്. ഈ സിനിമയിൽ നിന്ന് ആണെന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ തന്നെ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷമാണ് ഇത് വളരെ വ്യാപകം. ഇത് നോർമലൈസ് ആയി. തെരുവിളി നോർമലൈസ് ചെയ്ത് എന്തുകൊണ്ട് കൊറോണയ്ക്ക് ശേഷം തന്നെയാ. എല്ലാരും പറഞ്ഞത് സംവിധായകന്റെ ഭയങ്കര ധീരമായ ഒരു പ്രവർത്തനമായിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അരോചകമായിട്ടാ തോന്നിയിട്ടുള്ളൂ. വളരെ അതൃപ്തരും നിരാശരുമാണ്. പിന്നെ ഇതിനെ പറ്റി പറയുന്ന ഒരു വിഷയം എനിക്ക് തോന്നുന്നു, ചിലപ്പോ ഇപ്പോ നമ്മളെ ഒരാൾ പറഞ്ഞാൽ നമ്മൾക്ക് അത് വളരെയധികം ഫീൽ ആവണമെന്നില്ല. പക്ഷെ മറ്റു ചിലത് വളരെ ഫീൽ ആവാൻ സാധ്യതയോ അവരെ മാനസികമായി ഇത് വളരെ തളർത്താൻ സാധ്യത വളരെ കൂടുതലാണ്. തളർത്തും. അവർ വേറെ പല പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാനുള്ള സാധ്യതകൾ കൂടും. നമ്മൾ ഈ അടുത്തൊരു കേസ് കണ്ടില്ലേ, എറണാകുളത്ത് ഏതൊരു സ്കൂളിൽ ഒരു കുട്ടിക്ക് നേരെ ഉണ്ടായ ഈ അധിക്ഷേപങ്ങൾ കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അത് ആ ചാറ്റ് പലതും ആ കുട്ടിയുടെ മാതാവ് ലീക്കാക്കിയപ്പോൾ അതിൽ പലതും വളരെ അസഹനീയമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ കുട്ടീനെയും
കുട്ടിയുടെ പ്രിയപ്പെട്ടവരും മറ്റു കുട്ടികൾ പ്രയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ കുട്ടികൾ എവിടെ നിന്ന് അരിയൊന്നും പറഞ്ഞ പോയിന്റോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. നമ്മുടെ കണ്ണൂരിൽ ഈ അടുത്ത് നടന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലും അധ്യാപകന്റെ ഭാഗത്ത് ഇത്തരം വളരെ മോശമായൊരു സംഗതി വന്നിട്ടുണ്ട്. ഒരിക്കൽ ഇതേപോലെ നേർവഴിക്ക് നയിക്കേണ്ട ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു സംഗതി വന്നത്. അതെ, അത് വളരെ ഒരു വിഷയമാണ്. നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞിട്ടുള്ളതാണ്. അധ്യാപകർ ഇക്കാര്യത്തിൽ പ്രത്യേക കെയർ എടുക്കണം. അതായത് കുട്ടികൾ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ അവരെ ഒരുക്കി വിട്ട് സ്കൂളിലോട്ട് രാവിലെ തന്നെ അയക്കുന്നത്. ഇത് പറയുമ്പോഴാണ് വേറൊരു കാര്യം. ഇതിനെ പണ്ട് തൊട്ടേ നോർമലൈസ് ചെയ്യണ വേറെ സംഭവം കൊടുങ്ങല്ലൂർ ഭരണി. ആ ഒരു നാട് നീളെ നടന്നു വഴിയിൽ മൊത്തം കേരളത്തിലെ മൊത്തം ആളുകൾ അവിടെ വരും. പലക്കറുന്ന ആളുകൾ വരും. അനാവശ്യ ഹൈപ്പാണ് നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾ യൂട്യൂബിൽ കയറി ഒന്ന് അടിച്ചാൽ. പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന എന്നാൽ അത് ഇൻഫ്ലുവൻഷ്യൽ ആണ്. പക്ഷെ അത് അത്ര കാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെയുള്ള വളരെ ചെറിയ കുട്ടികൾ എല്ലാവരും ആ വഴിയെ പോകുമ്പോൾ കേൾക്കും. അതെ, ശരി. ആ ഒരു റീജിയനെ തന്നെ, അവിടുത്തെ കൊച്ചു തലമുറയെ തന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പൊ എന്നെപ്പോലെ മാനിൻ എന്റെ കുടുംബമായിട്ട് എന്തെങ്കിലും കാരണത്താൽ ആ വഴി പോവാൻ സാധ്യതയായാൽ ഞങ്ങളിത് കേൾക്കണ്ടേ? അരി വളരെ ശരിയാണ്. ഞാൻ ഉറപ്പായിട്ടുള്ള സമയത്ത് ഈ ഭരണിക്ക് പോയിരുന്നു. നേരെ എനിക്കിത് കേൾക്കേണ്ട അവസ്ഥ വന്നു. എന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്ക് വളരെ പ്രയാസമുണ്ട്. എങ്ങനെ പറഞ്ഞു മനസ്സിലാവും? അതിനൊക്കെ വലിയ കൺട്രോൾ വരേണ്ട സമയം കഴിഞ്ഞു, നിയോഗിക്കേണ്ട സമയം കഴിയും. അതെ, അതും ഒന്നില്ലെങ്കിൽ അമ്പലങ്ങളുടെ ഉള്ളിലോ ഒരു ക്ലോസ് പ്ലേസിലോ ആവാം. റോട്ടിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് റോട്ടിൽ കൂടെ പറയുന്നു ഒരു ടൈം. വളരെ ശരിയാണ്. സ്പീക്കർ നമ്മളെ കേൾപ്പിച്ചേ അടങ്ങും ഭാവത്തിലാ. കൊട്ടും പാട്ടും താളവും എല്ലാമായിട്ട്. അതെ, ഇതൊക്കെ മാറ്റേണ്ട സമയമായും. ഇതുപോലത്തെ അനാചാരങ്ങളൊക്കെ മാറ്റേണ്ട സമയം ഉറപ്പായിട്ടും. അപ്പൊ അതിനെതിരെയൊക്കെയാണ് ഞങ്ങൾ പ്രോഗ്രസീവ് മൈക്കിന്റെ ഈ യാത്ര. രാഷ്ട്രീയക്കാരും സംസാരിക്കും. PC ചോദ്യമൊക്കെ ന്യൂസ് ചാനലിൽ ഒന്നാണ് സംസാരിക്കുക. രാഷ്ട്രീയക്കാരൊക്കെ ഇത് ഉത്തരവാദിത്തപരമായിട്ട് പെരുമാറണമെന്നാണ് നമ്മുടെ അഭിപ്രായം. അവരൊക്കെ വളരെ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ അതുപോലെ മിസ്റ്റർ ശ്രീനാഥ് ബാസി, അദ്ദേഹം ഒരു ഇന്റർവ്യൂവറിനെ പറഞ്ഞ് വർത്തമാനമുണ്ട്. നമ്മൾ അതങ്ങനെ കേട്ടിരിക്കാൻ പറ്റി അദ്ദേഹം നമ്മളെപ്പോലെ വളരെ ഒരു ഒരു മനസ്സിലായതുകൊണ്ട് ആ സിറ്റുവേഷൻ എക്സ്കിലേറ്റ് ആവാണ്ട് ശരിയാക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്തുമാത്രം ഒരു യുദ്ധം തന്നെ അവിടെ നടന്നു കഴിഞ്ഞല്ലേ? ശരിയാ. റോളിംഗ് ആയതുകൊണ്ട് ക്യാമറ റോളിംഗ് അല്ലായിരുന്നെങ്കിൽ പലതും നടന്നേനെ. ഉറപ്പായി കായികമായി നേരിടുന്ന അവസ്ഥ വരെ ഉണ്ടാവും. അതായത് ഇത്ര വലിയ സെലിബ്രിറ്റി എന്ന നിലയിൽ ശ്രീനാഥ് ബാസിയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വർത്താനം വരുന്നില്ല. അരപാതിത്വമില്ലേ? ഹരിയെന്താ അത് ഇപ്പൊ ഹരി പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇത്രയും സെലിബ്രിറ്റി ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ അതെന്തോ വലിയ മാസായ സംഗതിയാണെന്ന് ഉള്ള രീതിയിൽ ആൾക്കാരിലേക്ക് അത് എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് ഈ ചെറിയ പിള്ളേരുടെ അടുത്തേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു മാസമായി അത് എന്തോ പറയുന്നതെന്തോ മാസമാണെന്ന് കണക്കാക്കി അതൊരു ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോ ഇതൊക്കെ വലിയൊരു ഇൻഫ്ലുവൻസ് ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൊച്ചുങ്ങളിലും വലിയവരിലും കുടുംബങ്ങളിലും. അപ്പൊ എന്തോരം ഭർത്താക്കന്മാർ കള്ളുകുടിച്ചു വന്ന് ഭാര്യമാർക്കോ സ്ത്രീകൾക്കെതിരെ ഡൊമസ്റ്റിക് വിളിക്കുന്നു. ആ കുട്ടികൾ അവിടത്തെ ആ കുട്ടികൾ കേൾക്കുന്നു, അവരിൽ ഇൻഫ്ലുവൻസ് ആവുന്നു. ഇതൊക്കെ ഒരു മാറ്റം വരണം ശരിക്കും പറഞ്ഞാല്. മാറ്റം വരുത്തണം. ഇനി വരുന്ന തലമുറയെങ്കിലും ഇത് ഉപയോഗിക്കാതിരുന്നാല് വരുന്ന തലമുറ ഇത് പഠിക്കാതിരിക്കൂ. അതെ, ഞങ്ങൾക്ക് ഈ എനിക്കിപ്പോ 21 വയസ്സായി. കഴിഞ്ഞ 21 മാസത്തിൽ ഞാൻ ഒരു പ്രാവശ്യം പോലും എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. നമ്മളറിയില്ലല്ലോ. അതെ, ഹരി എനിക്ക് 3 വർഷമായിട്ട് അറിയാം. പിന്നെ ഹരിയുടെ വായിന്ന് ഞാൻ ദൂരക്കന്നെ. അതാണ് പറഞ്ഞത്. ആനന്ദിന്റെ കാര്യത്തിലായാലും എക്സ്ട്രാ ഡീസന്റ്, എന്നെക്കാളും ഡീസന്റ് ആയിട്ടുള്ള വ്യക്തിയായി ആനന്ദ്. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ. നമ്മളെപ്പോലത്തെ മാന്യന്മാരും ജീവിക്കുന്ന സ്ഥലത്താണ് നിങ്ങളും ജീവിക്കുന്നത്. അത് സാംസ്കാരിക സമ്പന്നരമായി പെരുമാറുക. അതെ, നമ്മളെ മലയാളികൾ പൊതുവെ കുറച്ച് സാംസ്കാരിക സമ്പന്നരാണ്. അതെ, മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ശരിയാ. വളരെ നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വളരെ ഒരു മോശമായ കാര്യമാണത്. പിന്നെ ട്രോളുകളിൽ ഉപയോഗിക്കുന്ന ഈ മോശം പദങ്ങൾ, ഇപ്പൊ ഒരു സിനിമ മോശമാവാം, പൊട്ടയാവാം, സിനിമ നടൻ ചെയ്ത് തെറ്റാവാം, ശരിയാവാം. പക്ഷെ അവർക്കെതിരെ പരസ്യമായി പോസ്റ്റൊക്കെ ഇടുമ്പോ അതിൽ ഈ അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നത് FFC പോലുള്ള ഗ്രൂപ്പുകൾ. അത് FFCനെ കുറിച്ച് നമ്മൾ പരാമർശിച്ചില്ല. അതെ, ഒരു ജനതയെ തന്നെ ഫേസ്ബുക്ക് എന്ന ലോകത്തിൽ തെറി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിച്ച് 2013 കാലഘട്ടം തൊട്ട്
മലയാള ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തെറി കൊണ്ട് വിളയാടിയ ഒരു കൂട്ടമാണ് അവിടെ അല്ലേ അതെ ഇന്നും അതിന്റെ ലെഗസി തുടരും. പിന്തുടരുന്നു. പല പല കൈകളായി കൈമാറിക്കൊണ്ടായാലും ഇപ്പോഴും ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ട്. പലരും അതിൽ പല സെലിബ്രിറ്റി അശ്വന്ത് കോക്കാണ് അത് തുടങ്ങിയത്. പല സെലിബ്രിറ്റികൾ ഇപ്പൊ സാബുമോനൊക്കെ അതിൽ വന്ന് കുറെ സിനിമാക്കാരൊക്കെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് അത്. അത് പിന്നെ കുറെ കേസൊക്കെ വന്ന് പോയി. എന്തൊക്കെ അതാണ് ഈ ഇന്ന് തന്നെ തെറികളുടെ മിക്കതിന്റെ ഉത്ഭവം. ന്യൂജൻ തെറികളുടെ ഉത്ഭവം ഉറപ്പായിട്ടും അവിടെയാണ്. അവിടെ തന്നെയാണ്. കാരണം വെച്ചാ ഇതില് കേരളം ഒട്ടാകെയുള്ള ആളുകളുണ്ട്. ചെറിയൊരു റീജിയനിലെ ഫോക്കസ് അല്ല. അപ്പൊ ഇത് പടരും. ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതെ, ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത വ്യക്തിയിലോട്ട് ഒരു കൊറോണ വൈറസ് പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വേഗത്തിലാണ് ഉറപ്പായിട്ടും ആ ഒരു FFC കൾച്ചർ പണ്ടൊരു ഗ്രൂപ്പാണ്, പല പല ഗ്രൂപ്പായി. ആ ഒരു FFC കൾച്ചർ ഇപ്പോഴും പല രൂപത്തിൽ പല ഭാവത്തിൽ ഇപ്പോൾ അത് ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയില്, റെഡിറ്റിൽ എല്ലായിടത്തും ഉണ്ട്. അതെ അതിനകത്തുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി. നമ്മൾ പറയുക കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ മാക്സിമം ശ്രമിക്കുക. നമ്മളെപ്പോലത്തെ മാന്യന്മാരും മാറി നിൽക്കുക. നമ്മളെപ്പോലത്തെ മാന്യന്മാരായിട്ട് നിങ്ങൾ കൂടുതൽ ഇടപഴകുക. അതാണ് അതൊരു കാര്യം. അതിലൂടെ പഠിക്കുക, ഞങ്ങൾ എങ്ങനെ ഇതിനൊക്കെ കാണുന്നതെന്ന്, ഇതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കുന്നതെന്ന്, പോരാടുന്നത് മനസ്സിലാക്കി പഠിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അത് സഭ്യത്തിനെതിരെ ഒരു പോരാട്ടമാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. ഉറപ്പായിട്ടു നമ്മുടെ മലയാളം എന്ന് പറഞ്ഞാൽ ഒരുപാടധികം വാക്കുകളുള്ള ഒരു സമൃദ്ധമായ വിഷയമാണ്. കാരണം ഇപ്പൊ ഹരി ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ആകാശത്തിന് സ്കൈ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ആകാശം, വാനം, മാനം, ഉറപ്പായിട്ടും പല അതിൽ ഒരു വാക്ക് ഒഫൻസീവ് ആണോ എന്ന് ഒരു വാന ഡൗട്ട്. നമുക്കതിനെ കുറിച്ച് കൂടുതൽ വേറൊരു പോഡ്കാസ്റ്റ് ചെയ്യാം. അത്തൊരു പോഡ്കാസ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് പുതിയ 4 വാക്ക് പഠിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് ആ മലയാള ശബ്ദ രാവിലെ എടുത്ത് വായിച്ചൂടെ? അതെ അതിൽ വായിക്കാനുണ്ട്. ഇത്രയും നല്ലൊരു മലയാളത്തിൽ ഇത്രയും വാക്കുകളുള്ളപ്പോൾ നമ്മൾ ഈ മറ്റു വാക്കുകളിലേക്ക് പറഞ്ഞുകൊണ്ട് പൊതുമധ്യത്തിൽ നമ്മളുടെ തന്നെ ഒരു നിലവാരം താഴെത്തുന്നത് വളരെ ഒരു മോശമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഇപ്പൊ കൂടുതൽ ചർച്ച ചെയ്യാനുള്ള കാര്യം ഈ വാക്കുകൾ മോശമാണെന്ന് നമ്മൾ എനിക്ക് പറയുന്നില്ല. ഐ മീൻ വാക്കുകളൊക്കെ പലതും ഉപയോഗിക്കുന്ന രീതിയാണ്. ഉപയോഗിക്കുന്ന രീതിയും ഉപയോഗിക്കുമ്പോൾ മറ്റേയാൾക്കുണ്ടാക്കുന്ന മാനസികമായ പ്രശ്നം. ഇപ്പോൾ നമ്മളൊരു വാക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഒരു കാവച്ചുള്ള ഒരു വാക്കെടുത്ത് പരിശോധിക്കുക, നമ്മൾ ഇപ്പത് ആളുകൾ പൊതുവെ നമ്മളല്ല മാമതി മായാണെങ്കിലും ഈ വാക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതൊരു ഒരു മനുഷ്യ ശരീരത്തിലെ ഒരു അവയവത്തിന്റെ പേരാണ്. ഉറപ്പായിട്ടും അല്ലാന്ന് പറയാൻ കഴിയില്ല. ഇല്ലില്ല, ഒരിക്കലും. അത് നമ്മൾ മറ്റൊരാൾക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ആഘാതമുണ്ട്. ഉറപ്പായിട്ടും അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് വാക്കല്ല പ്രശ്നം. അതെവിടെ ഉപയോഗിക്കുന്നത് ഉണ്ടാക്കുന്ന ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ആണ്. അത് അതാ ആ മുറിവിന്റെ ആഴം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കില്ല. പിന്നെ ഇതിൽ പറയാനുള്ളൊരു വിഷയം എന്ന് വെച്ചാല് ആനന്ദ് പറഞ്ഞ പോലെ, ആനന്ദ് തന്നെ പറഞ്ഞ ഇമ്പാക്റ്റിന്റെ കാര്യത്തിൽ ശരിയാ. പിന്നെ ഇതിനു വേണ്ടി പല ആൾക്കാരും ഇതിൽ ശരിക്കും വേറെ വെച്ചാല് ഇള്ള വാക്കുകൾ ഉപയോഗിച്ച് ബോറടിക്കും. അപ്പൊ പുതിയ പുതിയ വാക്കുകളുടെ കോമ്പിനേറ്റ് അത് റൈം ചെയ്ത് പറയുക, അങ്ങനെ പല നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നത് പറയുമ്പോ ഇത് മാത്രല്ല, ഡബിൾ മീനിങ് കോമഡീസിനെ കുറിച്ച് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാം. അസഭ്യം എന്ന് പറയുമ്പോൾ അതും കൂടി എന്തെക്കും. അതെ, ഇപ്പോ മോശമായുള്ള വാക്ക് ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് ആ അസഭ്യം പറയാം. സിനിമകളിൽ ബോംബറിന്റെ സിനിമയിലൊക്കെ മൊത്തം അതേറ്റവും ഇതാണ്. ഒരു ഫാമിലിയൊക്കെ ഒരു കാണാൻ പറ്റുമോ? ശരിയാണ്, ഒരിക്കലും. അപ്പൊ ഈ ഡബിൾ മീനിങ് കോമഡികളൊക്കെ മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് മാറ്റി നിർത്തണം ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ 18+ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന സിനിമകളിൽ ആവാം, പക്ഷെ ആ തിയേറ്ററുകളും ആ സിനിമകളും കൊച്ചുങ്ങൾ കയറില്ല. നമ്മളല്ല കോമഡി സെൽഫിലൊക്കെ ഡബിൾ മീനിങ്, റേസിസം, കാസ്റ്റിസം, ശരിയാ കളർ ഡിസ്ക്രിമിനേഷൻ, അതെല്ലാം ഒരേ ഏറിയാണ് എല്ലാവരും. അതും കേരള സമൂഹം മുഴുവൻ കൊണ്ട് ഏഷ്യാനെറ്റ് പോലൊരു ചാനലിലാണ് നടക്കണേ നിങ്ങൾ നോക്കണം. അതെ എത്രയധികം പ്രേക്ഷകർ ഒരു ദിവസം കാണുന്ന ഒരു ചാനലാണ്. അതെ, ഉറപ്പായിട്ടും. ഈ ഡബിൾ മീനിങ് തെറികൾ മറ്റൊരു പ്രശ്നമായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ വാക്കുകൾ, മോശം വാക്കുകൾ ഉപയോഗിച്ച് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പോലെ നല്ല വാക്കുകൾ ഡബിൾ മീനിങ്ങിലൂടെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വേറെയാ. അയ്യോ, അത് വേറെയാ. കമന്റ് പ്രശ്നങ്ങളും പിന്നെ നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നു പറഞ്ഞത് മാത്രം അതെ മാനാണെന്നില്ല. ഇപ്പോ ഇതിന്റെ വേറെ പ്രശ്നം വെച്ചാൽ നമ്മളുള്ള ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ഈ ഡബിൾ മീനിങ് മനസ്സിലാക്കി എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണ്ടായിരുന്നു എന്നുള്ളത്. അതെ, എന്തുമാത്രം വിഷമം നമുക്കുണ്ടാവും. ഞങ്ങളെ പോലത്തെ നിഷ്കളങ്കർ അത് മനസ്സിലാക്കും അറിയാം.
നമുക്ക് പിന്നെ ബുദ്ധിമുണ്ടല്ലോ. ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി വന്ന് നല്ല നല്ല രീതിയിൽ നിന്നുണ്ടാവുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഡബിൾ മീനിങ് കവർ അതിന്റെ അർത്ഥം അതിന്റെ ആ നഷ്ടപ്പെടും. ആ നെഗറ്റീവ് അങ്ങ് കയറി നമ്മുടെ ആ ദിവസം അങ്ങ് പോകും. ചില ദിവസങ്ങളിൽ ഞാനപ്പോ പിന്നെ അമ്പലത്തിൽ പോകും. പിന്നെ അതുള്ള ജീവിക്കാനുള്ള ആ ഒരു ത്വര തന്നെ 2 നേരം കുളിക്കുന്നത് 3 നേരം കുളിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉറപ്പായിട്ടും ചില കമന്റുകൾക്ക് വായിച്ചതിന് ശേഷം ഞാൻ ആകെ മൊത്തം ശാരീരികമായിട്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് പോയി കുളിച്ച സാഹചര്യം വരെ ഉണ്ട്. ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് എനിക്ക് പിന്നെ ദിവസം ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതെ, വളരെ പ്രയാസമാണ് നമുക്കിത്. ഉറപ്പായിട്ടു എന്ത് തോന്നുന്നു. ഇത്രയൊക്കെ തന്നെയാണ് ഹരി എനിക്കും തോന്നുന്നത്. ഈ നല്ല ഭാഷയിൽ അസഭ്യം പറയുക, മോശം ഭാഷയിൽ അസഭ്യം പറയുക, പിന്നെ താത്വികമായ ഒരു അവലോകനം നമ്മൾ നടത്തിയല്ലേ ഇപ്പൊ എല്ലാത്തിനെ കുറിച്ചു. എല്ലാത്തിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമുക്കിത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? കൂട്ടിച്ചേർക്കാൻ ഇതിന് നമ്മൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം, അതാണ് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചർച്ച ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പോഡ്കാസ്റ്റ്. അതെ, ബാക്കി പോഡ്കാസ്റ്റിൽ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഒരു അടിപൊളി വിഷയമൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം, കമന്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് നമുക്ക് അതൊക്കെ വായിച്ച് ചെയ്യാവുന്നതല്ലോ. കമന്റ് ചെയ്യാം. അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം വരും. അപ്പൊ ബൈ. ബൈ.